കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്പെക്ട്രത്തിലത്തെ ദി ബിഗ് ഫിഷ് എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് ഇവിടെ നോക്കുന്നത്. NP ഹാഫിസ് മുഹമ്മദ് ആണ് അത് എഴുതിയിട്ടുള്ളത്. എഴുത്തുകാരനെ പറ്റി നോക്കുമ്പോൾ NP ഹാഫിസ് മുഹമ്മദ് വാസ് ബോൺ ഇൻ 1956 ഇൻ കാലിക്കറ്റ്. ഹീസ് എ സോഷ്യോളജിസ്റ്റ്, റൈറ്റർ, ഇല്ലുസ്ട്രേറ്റർ, കോർപ്പറേറ്റ് ട്രെയിനർ ആൻഡ് ഫാമിലി കൗൺസിലർ. He is MA MPhil. He also has PG diplomas in counseling and guidance and also in mass communication and journalism. He taught sociology in Farouk College from 1981 to 2011. Now he is working as the head of Department of Sociology, University of Calicut. He has written many stories and books for children. He writes in Malayalam. Some of his books and have been translated into English and also in some other Indian languages. He has received many awards. അപ്പോൾ നമ്മൾ എഴുത്തുകാരനെ പറ്റി നോക്കുമ്പോൾ NP ഹാഫിസ് മുഹമ്മദ് എന്ന് പറഞ്ഞ അദ്ദേഹം 1956 ജനിച്ചത്. കോഴിക്കോട് കാലിക്കറ്റിലാണ് ആള് ജനിച്ചത്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനും പിന്നെ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന ആള്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ട്രെയിനർ, ഫാമിലി കൗൺസിലറൊക്കെയാണ്. പിന്നെ അദ്ദേഹം MAയും MPhilഉം എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഇതിൽ ആള് PG പിന്നെ ഡിപ്ലോമയൊക്കെ എടുത്തിട്ടുണ്ട്. 1981 മുതൽ 2011 വരെ ഫറൂഖ് കോളേജിൽ സോഷ്യോളജി പഠിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് ജോലി ചെയ്യാണ്. അദ്ദേഹം കുറേ ചെറുകഥ സമാഹാരങ്ങളും നോവലുകളൊക്കെ പിന്നെ കുട്ടികളുടെ പുസ്തകങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. മലയാളത്തിലാണ് അദ്ദേഹം എഴുതുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പല കൃതികളും ഇംഗ്ലീഷിലേക്കും മറ്റ് ഇന്ത്യൻ ഭാഷകളിലേക്കും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ നമ്മുടെ എഴുത്തുകാരനെ പറ്റി പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ്. നമ്മുടെ ദി ബിഗ് ഫിഷ് എന്ന ചാപ്റ്ററിൻ്റെ സമ്മറി നോക്കുമ്പോൾ, Alison Kutti was chatting with the fish in the pond as he usually did when he heard footsteps approaching. He had not heard the jeep halting at the gate or seen the man in white shirt and blue trousers getting down from it. His shoe shined. As he approached, he asked, "Mr. Alison Kutti?" He spoke with a Manglish accent. അപ്പോൾ അലസൻ കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ കുളത്തിലെ മീനുകളൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ്. ആ നേരത്ത് എന്താ പറയുക, ആളത് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെ മീനിനോട് സംസാരിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കത് ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൾക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെ നിൽക്കുന്ന നേരത്ത് ആരോ അവിടെ ഇങ്ങനെ നടക്കുന്ന ആ ഒരു കാലിൻ്റെ സൗണ്ട് കേൾക്കില്ല. നമുക്ക് ആരോ അതിൽ നടന്നു പോകുമ്പോൾ നമുക്ക് കാലിൻ്റെ ഒരു സൗണ്ട് കേൾക്കില്ല. അങ്ങനെ ആൾ കേട്ടു. അപ്പോൾ മീനുകളോടുള്ള ആ ഒരു സംസാരത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നുകൊണ്ട് ഗേറ്റിന് മുന്നിൽ ഒരു ജീപ്പ് വന്ന് നിൽക്കുന്നതും അതുപോലെ വെള്ള ഷർട്ടും നീല പാൻസും ഇട്ടിട്ടുള്ള ഒരാൾ അതിൽ നിന്ന് ഇറങ്ങുന്നതും അലസൻ എന്താണ് ശ്രദ്ധിച്ചില്ല. അപ്പോൾ വന്ന ആളുടെ ഷൂകൾ പുതിയതായിട്ട് പോളിഷ് ചെയ്തതുകൊണ്ട് നല്ല പോലെ തിളങ്ങുന്നുണ്ടത്. അങ്ങനെ അലസൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അലസൻ അല്ലേ എന്നയാൾ ചോദിച്ചു. അയാളുടെ സംസാരത്തിനൊരു മംഗ്ലീഷ് ചുവയുണ്ടായിരുന്നു. അപ്പോൾ മംഗ്ലീഷ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇംഗ്ലീഷും മലയാളം കലർന്ന അങ്ങനത്തെ ഒരു സംസാരം ആയിരുന്നു ആളുടേത്. Alison was surprised. He then noticed the briefcase in the visitor's left hand. In his right hand, he had a hat with the stars and stripes. He moved that hat in his hand as he walked. Alison went to the veranda. He placed the only chair in a more comfortable position and gestured to the visitor to sit down. അപ്പോൾ എന്താ പറഞ്ഞാൽ, അലസൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡായി. ഇങ്ങനെ അലസൻ അല്ലേ എന്ന് വന്ന് ചോദിച്ചപ്പോൾ ആൾ ഭയങ്കരമായിട്ട് അതിശയിച്ചു പോയി. അങ്ങനെ വന്ന ആളുടെ ലെഫ്റ്റ് ഹാൻഡിൽ ഒരു ബ്രീഫ് കേസ് ഉണ്ടായിരുന്നു. അതുപോലെ റൈറ്റ് ഹാൻഡിൽ ഇങ്ങനെ നക്ഷത്രങ്ങളും വരകളൊക്കെ ഉള്ളൊരു തൊപ്പി ഉണ്ടായിരുന്നു. അങ്ങനെ തൊപ്പി കയ്യിലിട്ട് കറക്കിക്കൊണ്ട് അയാൾ നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അലസൻ എന്ത് ചെയ്തു, വരാന്തയിലേക്ക് ഓടിക്കയറി. എന്നിട്ട് അവിടെ കിടന്നിരുന്ന ഒരു കസാര ഇരിക്കാൻ പാകത്തിന് കറക്റ്റ് പൊസിഷനിലൊക്കെ ഇട്ട് ഇയാളുടെ അടുത്ത് അവിടെ ഇരിക്കാനായിട്ട് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു, ഇരിക്കാൻ പറഞ്ഞു. The visitor sat. He asked Alison if he intended to spend the rest of his life chatting with the fish in the pond. If he adds up the time and energy that he spends for talking with fish and deducts the sum from the pleasure he gets from it, what does he get? Will it be a favorable balance sheet? അപ്പം എന്താ പറഞ്ഞത്, ആ വന്ന ആളെന്ത് ചെയ്തു, അവിടെ വന്ന് ഇരുന്നു. എന്നിട്ട് അയാൾ നമ്മുടെ അലസൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഈ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ മീനുകളുടെ അടുത്ത് സംസാരിച്ച് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞതുകൊണ്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ മതിയോ? മീനുകളോട് വർത്താനം പറയാൻ ഉപയോഗിക്കുന്ന ഈ സമയം
വേണ്ട എനർജിയൊക്കെ യൂസ് ചെയ്തിട്ട് അയാൾക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷത്തിൻ്റെ തുക കുറച്ചാൽ ബാക്കി എന്ത് കിട്ടും എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും നേരം മീനുകളുടെ അടുത്ത് ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് എന്താണ് പ്രയോജനം? ആ ഒരു നേരം അല്ലെങ്കിൽ ആ മീനുകളുടെ അടുത്തിരുന്ന് സംസാരിക്കുന്ന ആ ഒരു എനർജി അതൊക്കെ ഉണ്ടെങ്കിൽ അത് എന്താ നമ്മുടെ ലൈഫിൽ വല്ല ഉപകാരം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഉപകാരപ്പെടുന്ന ഒരു ബാലൻസ് ഷീറ്റ് പോലെയാണോ എന്ന് അയാൾ ചോദിക്കുകയാണ്. Allison did not understand what the visitor said. The visitor moved in his chair and it creaked. He placed the hat in his lap. He continued, saying that people are living pitiable lives. They have crude and uncivilized ways. They have foolish beliefs to support them. It seemed people here lived in the Stone Age. അപ്പോൾ ഈ വന്ന ആളെന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമ്മുടെ അലസിന് മനസ്സിലായില്ല. അപ്പോൾ അയാൾ എന്താ ചെയ്തത്? അയാൾ കസേരയിൽ ഇരുന്നിട്ട് ഒന്ന് അനങ്ങിയപ്പോൾ എന്തായി? കസേര ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിലത്ര നല്ല കസേരയൊന്നും അല്ല. അപ്പോൾ അത് നീക്കിയപ്പോൾ സൗണ്ട് ഉണ്ടാക്കി. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? അയാളുടെ തൊപ്പി എടുത്തിട്ട് മടിയിൽ വെച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞു, ആൾക്കാർ ഭയങ്കര കഷ്ടത്തിലാണ് ജീവിക്കണത് എന്ന്. അപ്പോൾ അലസിൻ്റെ അടുത്ത് പറയാണ്, ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ ഇവിടെ ഉള്ളതെന്നല്ല, ആൾക്കാർ മുഴുവൻ ഭയങ്കര കഷ്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിത രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പരിഷ്കാരങ്ങൾ പോലത്തെ ഒന്നല്ല, സാധാരണ ജീവിതമാണ്. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ അവർക്ക് തന്നെ ഈ സാധാരണ ഒരു ജീവിതം അത് എന്ന് വെച്ചാൽ ഇങ്ങനെ പരിഷ്കാരങ്ങളൊന്നും ഇല്ലാത്തൊരു ജീവിതം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നാലെ തന്നെ ഓരോ മണ്ടത്തരങ്ങളും പിന്നെ മണ്ടൻ വിശ്വാസങ്ങൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആൾക്കാർ ഇപ്പോഴും ഈ സ്റ്റോൺ ഏജിലാണ് ജീവിക്കുന്നതെന്ന് തോന്നും. അപ്പോൾ ആൾക്കാർ ഇപ്പോഴും നമ്മൾ പറയില്ലേ, ഇപ്പോൾ 19-ാം നൂറ്റാണ്ടിന് ഇതുവരെ കരകയറിയിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ പണ്ട് അതേപോലെ തന്നെയാണ്, അതേ കാലത്താണ് ജീവിക്കുന്നതെന്ന് തോന്നും. കാലം മാറുന്നൊന്നും ആരും അറിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് ഓരോ സംസാരങ്ങളും മണ്ടത്തരങ്ങളൊക്കെ കേൾക്കുമ്പോൾ തോന്നും എന്നാണ് അയാൾ പറയുന്നത്. Allison's wife Mariam peeped from behind the door. The visitor raised his voice a bit and asked Allison what was wrong in acquiring the comfort of a better life. Should people's fate stand in their way? Why do people wait for the pleasure of the hereafter? അപ്പോൾ അലസിൻ്റെ ഭാര്യ മറിയം, അലസിൻ്റെ ഭാര്യയുടെ പേരാണ് മറിയം. ആ മറിയം എന്ന് പറഞ്ഞ സ്ത്രീ എന്താണ്, വാതിലിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളെ ഗസ്റ്റായിട്ട് വന്നേക്കുന്ന ആള് കുറച്ച് ശബ്ദം ഉയർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, ജീവിതം കുറച്ചും കൂടി മെച്ചപ്പെടുത്തിയാൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്താണ് തെറ്റ്? ജീവിതം കുറച്ചും കൂടി മെച്ചപ്പെടുത്തി എന്താണ് തെറ്റ്? വിശ്വാസങ്ങൾ അവരുടെ ആ ഒരു എന്താ പറയുക പുരോഗതിക്കൊന്നും തടസ്സം വിശ്വാസങ്ങൾ അവരുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പം പരലോകത്തിൽ കിട്ടാനുള്ള സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ആൾക്കാർ കാത്തിരിക്കുന്നതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളോ നമ്മുടെ സന്തോഷങ്ങളോ ഇപ്പം കണ്ടെത്താണ്ട് പിന്നെ ഇപ്പോൾ മരിച്ചു പോയിട്ട് സ്വർഗം കിട്ടുമെന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല എന്നാണ് ആൾ ഉദ്ദേശിക്കുന്നത്. Mariam's hand brushed against the door, making it creak loudly. Allison started. The visitor said that if Allison were a little wiser, he could make things different. The pond would then be full of big plump fish that would make him richer. അപ്പം എന്താ പറയുന്നത്? മറിയത്തിൻ്റെ കൈ ഇങ്ങനെ വാതിലിൽ തട്ടിയപ്പോൾ അത് ഭയങ്കര ഉറക്കെയായിട്ട് ശബ്ദം വന്നു. അപ്പോൾ അലസൻ ചെറുതായിട്ടൊന്ന് ഞെട്ടി. അങ്ങനെ അലസൻ കുറച്ചും കൂടി ബുദ്ധി ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ എന്താ പറയുക വളരെയധികം ഇങ്ങനെ മാറിപ്പോകുമായിരുന്നു. ഇപ്പോൾ അലസൻ ജസ്റ്റ് മീനുകളുടെ അടുത്തിരുന്ന് സംസാരിക്കുന്ന നേരം ആ ഒരു കുളത്തിൽ കുറച്ച് ഇതിൽ പറയുന്ന കറക്റ്റ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടിച്ചു കൊഴുത്ത മീനുകളെ കൊണ്ട് നിറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കുറച്ചും കൂടി അല്ലെങ്കിൽ നല്ല രീതിക്ക് പണം ഒക്കെ കിട്ടും. ഇപ്പോൾ ഈ അലസൻ ജസ്റ്റ് മീനുകളുടെ അടുത്തിരുന്ന് സംസാരിക്കണം, അതിന് ആ ഒരു നേരം ഈ മീൻ കൃഷിയൊക്കെ നടക്കത്തില്ലേ, അപ്പം നല്ല തടിച്ചു കൊഴുത്ത മീനുകളെയൊക്കെ കൊണ്ടിട്ട് അത് വളർത്തി വിറ്റ് കാശ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി റിച്ച് ആവും എന്നാണ് ഈ വന്ന ഗസ്റ്റ് പറയുന്നത്. Allison was shocked to hear this. He gripped his head with both his hands and said that growing fish in the pond and selling them would bring the curse of his ancestors on his head. The visitor felt that Allison did not want to change anything for the better. Does not he want to live in a comfortable house? Doesn't he want his children to go to a better school? Has he ever thought of the future? അപ്പം എന്താ പറയുന്നത്, ഇത് കേട്ടപ്പോൾ തന്നെ അലസൻ ആകെ ഇങ്ങനെ ഞെട്ടിപ്പോയി. എന്നിട്ട് രണ്ട് കൈയും കൊണ്ട് അവൻ തലയിൽ ഇങ്ങനെ രണ്ട് കൈയും ഞെട്ടിക്കഴിഞ്ഞാൽ രണ്ട് കയ്യോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ട് കൈയും തലയിൽ വെക്കില്ലേ, അങ്ങനെ തലയിൽ വെച്ചു.
എന്നിട്ട് പറഞ്ഞു കുളത്തിൽ മീൻ വളർത്തി വിറ്റാൽ അവൻ്റെ പൂർവികരുടെയൊക്കെ ശാപം അവനുണ്ടാവുന്നു. ഇപ്പോൾ കുളത്തിൽ മീനൊക്കെ വളർത്തി അത് വിറ്റ് കഴിഞ്ഞാൽ അവൻ്റെ പൂർവികരുടെ ശാപം അവനുണ്ടാവുന്നു പറഞ്ഞിട്ടാണ് 2 കൈയും തലയിൽ വെച്ചിട്ട് ഞെട്ടുന്നത്. അപ്പോൾ ഇയാളിങ്ങനെ ആലോചിക്കണം, അവനൊരു നല്ല വീട് വേണ്ടേ, അതുപോലെ അവൻ്റെ കുട്ടികളെ നല്ലൊരു സ്കൂളിൽ അയക്കണ്ടേ, അതുപോലെ അവൻ്റെ ഭാവിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കണില്ല അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോയെന്നൊക്കെ ഇയാളിങ്ങനെ ആലോചിക്കുകയാണ്. Mariam, standing behind the door, understood the words of the visitor very clearly. She wondered how the visitor knew her wishes. The visitor then asked Alison his age. It was Mariam who answered the question. She said he was 41. The visitor then asked Alison what he had earned during these 41 years. Mariam was sure the visitor was speaking for her. She moved a step nearer to the visitor. He then said to Alison that he had nothing to lose but everything to win. അപ്പോൾ ഇയാൾ എന്താണ് പറഞ്ഞത്? അപ്പോൾ ഈ വാതിലിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് മറിയം എന്താണ് ഈ ഗസ്റ്റിൻ്റെ വാക്കുകളൊക്കെ കേൾക്കുകയായിരുന്നു അവിടെ നിന്നുകൊണ്ട്. അപ്പോൾ അവർക്ക് ആ മറിയത്തിന് എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ മറിയത്തിൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗസ്റ്റ് എങ്ങനെ അറിഞ്ഞു എന്ന് ആലോചിച്ചിട്ട് അവർ ഭയങ്കര ഇങ്ങനെ എന്താ പറയുക ഞെട്ടി അത്ഭുതപ്പെട്ടൊക്കെ നിൽക്കുകയാണ്. ആ നേരത്ത് ഈ ഗസ്റ്റ് എന്താണ് അലസൻ്റെ അടുത്ത് അവൻ്റെ വയസ്സ് ചോദിച്ചു. അവൻ്റെ വയസ്സ് ചോദിച്ചപ്പോൾ മറിയാണ് ഉത്തരം പറഞ്ഞത് അയാൾക്ക് 41 വയസ്സായിന്ന്. അപ്പോൾ ഗസ്റ്റ് ചോദിക്കുകയാണ് ഈ 41 കൊല്ലങ്ങൾക്കുള്ളിൽ അവൻ എന്ത് നേടി എന്ന് ഇയാൾ ചോദിക്കുകയാണ്. അപ്പോൾ മറിയത്തിന് തോന്നി, ശരിക്കും ഇത് മറിയം ചോദിക്കാൻ വെച്ച അല്ലെങ്കിൽ മറിയത്തിൻ്റെ മനസ്സിൽ തോന്നിയ ഓരോ ചോദ്യങ്ങളൊക്കെയാണ് ഈ ഗസ്റ്റ് ഇവിടെ വന്ന് ചോദിക്കുന്നത്. അങ്ങനെ ഈ മറിയം എന്താണ് അയാളുടെ അടുത്തേക്ക് കുറച്ചും കൂടി ഒന്ന് നീങ്ങുന്നു. എന്നിട്ട് ഈ ഗസ്റ്റ് ഉണ്ടല്ലോ അലസൻ്റെ അടുത്ത് വീണ്ടും ചോദിക്കുകയാണ് അവന് നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല, പക്ഷെ വിജയിക്കാനായിട്ട് കുറേ ഉണ്ടെന്ന് ഇങ്ങനെ ചോദിക്കല്ല പറഞ്ഞു. അപ്പോൾ ഈ ഗസ്റ്റ് വന്നിട്ട് എന്താ ചോദിക്കുന്നത്? ഗസ്റ്റ് വന്ന് ഓരോന്ന് ചോദിക്കുമ്പോൾ ഇയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ആ ഒരു പഴയ കാലത്താണ് ജീവിക്കുന്നത്, ഒരു തെരി പോലും മുൻപോട്ട് വന്നിട്ടില്ല ഇയാൾ. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മീനെ വളർത്തി വിറ്റൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറയും പൂർവികരുടെ ശാപം കിട്ടുന്നു. അപ്പോൾ വയസ്സിൻ്റെ കാര്യം ചോദിച്ചപ്പോഴും അത് വൈഫാണ് വന്ന് പറഞ്ഞത്. പിന്നെ ലൈഫിൽ എന്തെങ്കിലും നേടണ്ടെന്ന് ചോദിച്ചാൽ അയാൾക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക അഭിപ്രായങ്ങളോ ഒന്നും ഇല്ല. At this point, Mariam wanted Alison to get inside the house as she had to say something to him. Alison did not like the interruption, but he went close to Mariam. She then asked Alison if they should give the visitor something to drink. It was his first visit. Mariam took Alison's hand and pressed it to her chest and asked him to listen to the visitors carefully as it was for their own good. Alison was irritated and asked her to give the visitor tea. അപ്പോൾ മറിയ എന്താണ് മറിയത്തിന് അലസൻ്റെ അടുത്ത് എന്തോ ചോദിക്കണം അല്ലെങ്കിൽ എന്തോ പറയണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ അടുത്ത് അകത്തേക്ക് വരാനായിട്ട് അവൾ പറഞ്ഞു. പക്ഷെ നമ്മുടെ അലസന് അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എന്നാലും ആള് അകത്തേക്കൊന്ന് പോയി. ആ ടൈമിൽ ഈ ഗസ്റ്റ് അവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഗസ്റ്റിന് എന്തെങ്കിലും കുടിക്കാനൊക്കെ കൊടുക്കണ്ടേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മറിയം നമ്മളെ അലസനെ വിളിച്ചുകൊണ്ട് പോയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗസ്റ്റ് ആദ്യമായിട്ടല്ലേ ഇവരെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഈ അലസൻ്റെ കൈ പിടിച്ചിട്ട് അവൾ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. എന്നിട്ട് അയാളുടെ അടുത്ത് പറയുകയാണ് ഗസ്റ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടോളൂ എന്ന് പറയുകയാണ്. പിന്നെ അതെന്തിനു വേണ്ടിയാണ്? ആളുടെ ഗുണത്തിന് വേണ്ടി തന്നെയാണ് ഈ ഗസ്റ്റ് വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ അലസന് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു എന്താ പറയുക ആ ഒരു ഇഷ്ടപ്പെടായ്മ കൊണ്ട് ആൾ പറഞ്ഞു എന്തായാലും വിസിറ്റല്ല ഗസ്റ്റ് വന്നതല്ലേ, ഗസ്റ്റിന് എന്തായാലും ഒരു ചായ കൊടുക്കാനായിട്ട് ആൾ പറയുകയാണ്. The visitor continued. He told Alison that the pond is good enough to grow fish. It needs some cleaning up. There are scientific ways to do it. The fish could be put after a week. Alison has to spend almost nothing to feed them. It will be like Aladdin's lamp bringing a beautiful pond with fig fish. അപ്പോൾ വിസിറ്റർ ഇങ്ങനെ സംസാരം കണ്ടിന്യൂ ചെയ്തു. എന്നിട്ട് പറയാണ് കുളം മീൻ വളർത്താനായിട്ട് ഭയങ്കര നല്ലതാണ്, അതൊന്ന് വൃത്തിയാക്കണം. പിന്നെ അതിന് നല്ല എന്താ പറയുക സയൻറ്റിഫിക് ആയിട്ടുള്ള രീതികളൊക്കെ ഉണ്ട്. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മീനിനെ ഇടാം എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് എന്താ പറയുക ഈ മീനിനെയൊക്കെ തീറ്റാൻ അലസന് കാര്യമായിട്ടൊന്നും ചിലവാക്കേണ്ട വരില്ല. പിന്നെ നല്ല ഭംഗിയുള്ള ഒരു കുളം ശരിക്കും നിറച്ച് മീനുകളൊക്കെ ആയിട്ട് നിറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താവും അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലെയായിട്ട് ഇരിക്കുന്നുണ്ടാവും എന്നാണ് വിസിറ്റർ
പറഞ്ഞത്. The visitor further told him that many people had taken up growing fish. He opened a book and read out some names and said they have organized themselves into a fish farming collective. Mariam came with a glass of tea and some boiled plantain with coconut scraping. She kept them a stool and pushed it towards the visitor. അപ്പോൾ എന്താ പറയുന്നത്, ഈ വിസിറ്റർ ഇങ്ങനെ പറയുകയാണ്, കുറേ അധികം മീനുകളെയൊക്കെ വളർത്താൻ കുറേ ആൾക്കാർ മീനുകളെയൊക്കെ ഇങ്ങനെ വളർത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുസ്തകം തുറന്നിട്ട് അയാൾ ഇങ്ങനെ കുറേ പേരൊക്കെ എന്നിട്ട് വായിച്ചു. അപ്പോൾ അവരെല്ലാവരും ഒരു മീൻ വളർത്തൽ കൂട്ടായ്മയിലത്തെ പങ്കാളികളാണെന്ന് പറയാണ്. അപ്പോഴേക്കും മറിയം വന്ന് ഒരു ഗ്ലാസ്സിൽ ചായയും പിന്നെ വേറൊരു പാത്രത്തിൽ നേന്ത്രപ്പഴം പുഴുങ്ങി പിന്നെ തേങ്ങാപ്പീര് ഇട്ടിട്ടൊക്കെ കൊണ്ടുവന്നു. എന്നിട്ട് ഒരു സ്റ്റൂള് വെച്ചിട്ട് അത് ഈ വിസിറ്ററിന്റെ മുന്നിലേക്ക് നീക്കി വെച്ചു. The visitor said he did not take these things. He preferred something cold. To get something cold, Alison would have to go the next junction. Mariam then suggested a tender coconut. The visitor said he wanted a Pepsi. Alison said that the plantain is good for health. Mariam extended her hospitality to the visitor by telling him that they would have lunch together. But the visitor was not interested. He continued reading out of the names that he planned to visit. അപ്പോൾ എന്താ പറയുന്നത്, വിസിറ്റർ പറഞ്ഞു അയാൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല, അയാൾക്ക് എന്തെങ്കിലും തണുത്തത് മതി എന്ന് പറഞ്ഞു. പക്ഷെ തണുത്തത് എന്തെങ്കിലും കിട്ടണമെങ്കിൽ അലസൻ ജംഗ്ഷനിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ മറിയാൻ പറഞ്ഞു എന്നാ പിന്നെ കരിക്ക് കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഗസ്റ്റിന് പെപ്സി മതി എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷെ അത് കിട്ടാനായിട്ട് അവിടെ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. അപ്പം അലസൻ പറഞ്ഞു നേന്ത്രപ്പഴം ആരോഗ്യത്തിന് ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ ആ ഒരു ഗസ്റ്റിനെ ഇങ്ങനെ വെറും കൈയോടെ വിടാൻ പറ്റില്ലല്ലോ. അവരെ സ്വീകരിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവരുടെ ഒരു കടമയാണല്ലോ. അപ്പം മറിയം എന്ത് പറഞ്ഞു, ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഗസ്റ്റിന് ഇതിനോടൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അയാൾക്ക് പോയിട്ട് കാണാനുള്ള ആൾക്കാരുടെ ഒരു ലിസ്റ്റൊക്കെ ആളിരുന്ന് വായിച്ചു. Mariam then asked him what is to be done to grow fish. The visitor opened his book and read out this instruction and Mariam listened carefully. The visitor added that they had a golden opportunity and the sky is the limit. He then went away. Mariam was sure that the visitor was an angel sent by God to work miracles for them. She said she had never heard anything like this in 33 years of her life. She told Alison that God would not forgive them if they threw away this golden opportunity. അപ്പോൾ മീൻ വളർത്താനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മറിയം ചോദിച്ചു. അപ്പോൾ വിസിറ്റർ ഒരു പുസ്തകം എടുത്തിട്ട് അത് തുറന്നിട്ട് അതിലത്തെ കുറേ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഭയങ്കര ശ്രദ്ധയോടെ മറിയം ഇതൊക്കെ കേട്ടിരുന്നു. അങ്ങനെ ഇൻസ്ട്രക്ടർ പറഞ്ഞു അവർക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ആകാശത്തിൻ്റെ അത്രയും വരെയാണ് അതിൻ്റെ ലിമിറ്റ് എന്നൊക്കെ പറഞ്ഞു. അതും പറഞ്ഞിട്ട് അയാൾ പോയി. അപ്പോൾ എന്താ പറയുക, ഇയാളെന്ന് പറഞ്ഞാൽ ശരിക്കും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, ദൈവം ഇങ്ങനെ അത്ഭുത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് ഇവരുടെ അടുത്തേക്ക് പറഞ്ഞയച്ച ഒരാളാണെന്നൊക്കെ അല്ലെങ്കിൽ ഒരു മാലാഖേനെ പോലെയാണെന്നൊക്കെയാണ് മറിയത്തിന് തോന്നിയത്. മറിയത്തിൻ്റെ ഈ 33 വർഷത്തെ ജീവിതത്തിൻ്റെ ഇടയിൽ ഇതുപോലൊരു കാര്യം മറിയം കേട്ടിട്ടില്ല എന്ന് മറിയം പറയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്, വിട്ട് കളഞ്ഞാൽ ദൈവം അവരുടെ അടുത്ത് പൊറുക്കില്ല എന്നൊക്കെ അലസൻ്റെ അടുത്ത് പറഞ്ഞു. Alison saw a group of young men blocking a jeep in the middle of the road and shouting slogans. The slogans were Yankee lackeys, go home, say no to killer cola, down the world police in the Arabian Sea, death to global capital. അപ്പോൾ അലസൻ ഇങ്ങനെ റോഡിലേക്ക് നോക്കിയപ്പോൾ ഒരു കൂട്ടം യങ് പീപ്പിൾസ്, ഒരു കൂട്ടം ചെറുപ്പക്കാർ റോഡിൻ്റെ നടുവിൽ ഒരു ജീപ്പ് തടഞ്ഞിട്ട് കുറേ സ്ലോഗൻസ് ഒക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിട്ടാണ് അമേരിക്കക്കാരുടെ അടുത്ത് തിരിച്ചു പോകാനൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് മീനിങ് പറയുകയാണെങ്കിൽ അമേരിക്കൻ ശിങ്കിടികളെ തിരിച്ചു പോകൂ അങ്ങനെയാണ് പറയുന്നത്. കൊല്ലുന്ന കോള വേണ്ടേ വേണ്ട, ആഗോള പോലീസ് അറേബ്യൻ കടലിൽ മുങ്ങി മരിക്കട്ടെ, ആഗോള മൂലധനം നശിക്കട്ടെ. അപ്പം ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഇങ്ങനൊരു സ്ലോഗൻ വിളിച്ച് പറയുന്നത് അലസൻ കേട്ടു. The tailors said their word terrorists. The police lifted their lathis and the onlookers fled. Alison told Mariam they would go by another road even though it was longer.
Baba was seated on the veranda waiting for them. When he asked them why they were late, they told him that they ran into some Naxals on the road. Baba asked them what the purpose of their coming was. It was Mariam who replied. She said that the project would not cost much. They had to simply register their partnership, clean up and the pond, and buy the fish. She said she had enough money with her because of the chitti. They needed only the blessings of Baba. അപ്പോൾ എന്താണ്, തയ്യൽക്കാരൻ പറയാണ് അവർ തീവ്രവാദികളാണെന്ന് തയ്യൽക്കാരൻ പറഞ്ഞു. അങ്ങനെ പോലീസുകാരൊക്കെ അവിടെ ലാത്തി വീശി. അപ്പോൾ അവിടെ കൂടി നിന്നവരൊക്കെ ഓടിപ്പോയി, അവിടേക്ക് ഇവിടേക്ക് ഓടിപ്പോയി. അങ്ങനെ അലസൻ മറിയത്തിൻ്റെ അടുത്ത് പറയാണ്, കുറച്ച് ദൂരം കൂടുതലാണെങ്കിലും നമുക്ക് വേറൊരു വഴി കൂടെ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെത്തിയപ്പോൾ ബാപ്പ ഇങ്ങനെ അവരെ നോക്കി വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാപ്പ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇത്രയും താമസിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു, വഴിയിൽ ഇങ്ങനെ കുറേ നക്സലുകളുടെ ഇടയിൽ പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബാപ്പ ചോദിച്ചു, അവരുടെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പം മറിയം പറഞ്ഞു, അവർ പറഞ്ഞു മീൻ വളർത്തുന്ന ഒരു പദ്ധതി ഉണ്ട്, വലിയ ചിലവൊന്നുമില്ല, ഇങ്ങനെ കൂട്ടായ്മയിൽ രജിസ്റ്റർ ചെയ്താൽ മതി, കുളം വൃത്തിയാക്കാനും പിന്നെ മീൻ കുഞ്ഞുങ്ങളെ വാങ്ങിക്കാനൊക്കെ അവിടുന്ന് പറ്റും, അതുപോലെ വാങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ ഉള്ള കാശ് ആരുടെ കയ്യിലുണ്ട്? മറിയത്തിൻ്റെ കയ്യിലുണ്ട്. അവൾക്ക് ചിട്ടി പിടിച്ച് കിട്ടിയ പൈസയായിരുന്നു അതൊക്കെ. അപ്പോൾ അവർക്ക് ബാപ്പയുടെ അനുഗ്രഹം മാത്രം മതിയെന്ന് വന്ന് പറയാണ് ചെയ്തത്. Baba was aware of the virtues of tradition. He expressed his doubts about fish farming. Alison then told him that many in the village had done it. Baba told him that it was too early to predict this workability. Mariam then told him about the problems at home. Their daughter was growing up. Soon she will have be to married. Since Alison is a nobody, his daughter may not get a good boy. Their son would be going to college next year. It would be expensive. They got a house just because Baba helped them to build it. How long will they live by selling the coconuts they got from their land? പാരമ്പര്യങ്ങളെ പറ്റിയിട്ടും അതുപോലെ അതിൻ്റെ നന്മകളെ പറ്റിയിട്ടും ബാപ്പയ്ക്ക് ധാരണകളൊക്കെ ഉണ്ട്. അപ്പോൾ മീൻ വളർത്തലിനെ പറ്റിയിട്ട് ബാപ്പ അങ്ങനെ ഒരു സംശയം ചോദിക്കുകയാണ്. അപ്പോൾ അലസം പറഞ്ഞു, ഗ്രാമത്തിലെ പലരും അതിപ്പോൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു സാധ്യതയെ പറ്റിയിട്ട് പറയാൻ തൽക്കാലം പറ്റില്ല എന്ന് ബാപ്പ പറയുകയാണ് ചെയ്തത് അവരുടെ അടുത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനൊരു പിന്തിരിപ്പിക്കുന്ന പോലെയൊക്കെയാണ് അവൾ സംസാരിച്ചത്. മറിയ അപ്പം എന്ത് ചെയ്തു, അവരുടെ വീട്ടിലുള്ള കുറേ പ്രശ്നങ്ങൾ ഈ ബാപ്പയുടെ അടുത്ത് പറഞ്ഞു. ഇപ്പോൾ മകള് വളർന്നു വരികയാണ്, ഇനി അവളെ വിവാഹം ചെയ്ത് കൊടുക്കണം, അതുപോലെ അലസന ആരും അല്ലാത്തതുകൊണ്ട് അവൾക്ക് നല്ലൊരു പയ്യനെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയാണ്. പിന്നെ മാത്രമല്ല അവരുടെ മകൻ അടുത്ത കൊല്ലം കോളേജിലേക്ക് പോവും. അപ്പോൾ ഭയങ്കര ചിലവുള്ളൊരു കാര്യമാണല്ലോ പഠിത്തം എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ബാപ്പ സഹായിച്ചതുകൊണ്ടാണ് അവർക്ക് ശരിക്കും പറഞ്ഞ ഒരു വീട് വെക്കാനൊക്കെ പറ്റിയത്. ഇനി പറമ്പിൽ നിന്നുള്ള തേങ്ങയൊക്കെ വിറ്റിട്ട് എത്ര നാൾക്ക് അവർക്ക് ജീവിക്കാൻ പറ്റുമെന്നാണ് മറിയം ചോദിക്കുന്നത്. She broke down saying that there was nobody except Baba to tell her problems. Alison does not care. She asked Baba was it her fate to suffer all her life. Baba understood her. Alison had failed in his SSLC. He did not want to go abroad. His younger brothers were in Gulf. They were even willing to send a visa to Alison. But for him, his village was the best place to live. He never tried for a job or business, but just passed his time doing nothing. His brothers sent money every month, built houses of their own, and sent their children to good English medium schools. But Alison found a talk with Baba or with the plants or the birds more interesting. Baba asked Alison to go ahead if he thought the project was good, but he had to work hard. അപ്പോൾ എന്താണ് പറഞ്ഞത്, അവരുടെ ദുഃഖങ്ങൾ പറയാനായിട്ട് ബാപ്പയല്ലാണ്ട് വേറെ ആരും അവർക്കില്ലാന്ന് നമ്മുടെ മറിയം പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ്. അപ്പോൾ അലസന് ഇതേപ്പറ്റിയൊന്നും ഒരു ചിന്തയില്ല. അപ്പോൾ അവരുടെ ജീവിതത്തിൽ മുഴുവൻ ഇങ്ങനെ സഹിച്ച് കഴിയണോ, അതാണോ എൻ്റെ വിധി എന്നൊക്കെ മറിയം ചോദിക്കുകയാണ് ബാപ്പയുടെ അടുത്ത്. അപ്പോൾ ബാപ്പയ്ക്കാണെന്ന് വെച്ചാൽ അവളിങ്ങനെ പറയണ ഇതൊക്കെ കേട്ടപ്പോൾ അവളുടെ ആ ഒരു ബുദ്ധിമുട്ട് ബാപ്പയ്ക്ക് മനസ്സിലായി. അങ്ങനെ അലസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ ഫെയിൽ ആയിട്ടുള്ളൊരു ആളാണ്. മാത്രമല്ല അവന് പുറം രാജ്യത്തിന് പോകാനൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. അവൻ്റെ അനിയന്മാരെല്ലാവരും ഗൾഫിലാണ്. പിന്നെ അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൊക്കെയാണ് ഏറ്റവും ഇഷ്ടം, ഗ്രാമമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അനിയന്മാർ ഗൾഫിലായതുകൊണ്ട് തന്നെ അവർ വിസ അയച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അവന് പോകാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ
അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ജോലിക്കോ ബിസിനസ്സിനോ ഒന്നും പോകാനായിട്ട് ശ്രമിച്ചിട്ടില്ല. സമയം ഇങ്ങനെ വെറുതെ കളയാണ് ചെയ്യുന്നത്. ആ നേരം അവൻ്റെ അനുജന്മാർ എല്ലാ മാസവും നാട്ടിലേക്ക് പണം അയക്കും. പിന്നെ അവർ സ്വന്തമായിട്ട് വീട് വെച്ചു, കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തു. പക്ഷെ അലസന് ബാപ്പയോടും ചെടികളോടും പക്ഷികളോടും പിന്നെ മീനിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ മീൻ വളർത്തൽ ഒരു നല്ല കാര്യമാണ്, അത് ചെയ്യാൻ അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ബാപ്പ ഇങ്ങനെ അലസിൻ്റെ അടുത്ത് പറയാണ്, മീൻ വളർത്തൽ എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്, അത് നീ ചെയ്യാൻ പറയാണ്, പക്ഷെ നീ അതിന് വേണ്ടിയിട്ട് നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. Alison could not recognize himself with the idea of fish farming. Mariam was upset. She burst into tears and went without food in protest. In the end, Alison went in search of man who had come to his house. As soon as he saw Alison, he welcomed him. He said he knew Alison Kuti would take a decision. Nobody would want to run away from the path of science and technology. അപ്പോൾ ഈ മീൻ വളർത്തുന്നതിനോടൊന്നും അലസന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മറിയത്തിന് വെച്ചാൽ അത് കേട്ടപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവൾ ഒരുപാട് ഇരുന്ന് കരഞ്ഞു. പിന്നെ ഇതൊരു ദേഷ്യമൊക്കെ ആയിട്ട് ഒരു വാശി പോലെ പട്ടിണിക്കൊക്കെ കിടന്നു. അവസാനം അലസൻ്റെ മനസ്സ് മാറുകയാണ്. അങ്ങനെ അന്ന് ഇവരുടെ വീട്ടിലേക്ക് വന്ന ആളെ അന്വേഷിച്ച് ഇങ്ങനെ നടന്നു. അങ്ങനെ അലസനെ കണ്ട വശം അയാൾ അന്ന് വന്ന ഗസ്റ്റ് അലസനെ വെൽക്കം ചെയ്തു. എന്നിട്ട് പറഞ്ഞു അയാൾ ഇങ്ങനെ ഒരു നല്ല തീരുമാനം എടുക്കും എന്നൊക്കെ അറിയായിരുന്നു. പിന്നെ സയൻസും ടെക്നോളജിയും ഒക്കെ അതിൽ നിന്നൊന്നും ആരാ ഓടിപ്പോവാന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. Alison returned home with his registration card. The next morning, 6 men in uniform came and started cleaning up the pond and sprayed it with disinfectant. The next week, they came again and dropped the plump pink fish in the pond. They gave instruction to look after them. Mariam felt happy. അപ്പോൾ അവർ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ കാർഡൊക്കെ ആയിട്ട് അലസൻ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ തന്നെ യൂണിഫോം ഇട്ടിട്ടുള്ള 6 പേര് കുളം വൃത്തിയാക്കാനായിട്ട് വന്നു. മാത്രമല്ല അവിടെ കീടനാശിനികളൊക്കെ തെളിച്ചു. എന്നിട്ട് അതിൻ്റെ അടുത്ത ആഴ്ച വീണ്ടും അവർ വന്നിട്ട് കുറച്ച് ഈ തടിച്ച് കൊഴുത്ത ഈ കുഞ്ഞു മീൻകുട്ടികളൊക്കെ ഇല്ലേ അതിൽ കൊണ്ട് ഇട്ടു. എന്നിട്ട് അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ അത് കണ്ടപ്പോൾ മറിയത്തിന് ഭയങ്കരമായിട്ട് സന്തോഷമായി. Alison used to sit near the pond watching his little fish after his morning prayers. He would give them rice flour. The fish knew the time of his arrival and they would come to the surface in groups and dance. The day after the new fish came, Alison asked the little fish if they liked their new friends. He told them that he liked them better than the new ones. അപ്പോൾ എന്താ പറഞ്ഞത്, എന്നും രാവിലെ അങ്ങനെ പ്രാർത്ഥിക്കും. അതിനുശേഷം അലസൻ കുളത്തിൻ്റെ അരികിൽ പോയിരുന്നിട്ട് ഈ ചെറിയ മീനുകളെയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. എന്നിട്ട് അവർക്ക് തിന്നാനായിട്ട് അരിപ്പൊടിയൊക്കെ വെതറി കൊടുത്തു. അപ്പോൾ അവൻ വരുന്ന സമയം മീനുകൾക്ക് അറിയാൻ പറ്റും. ആ നേരത്ത് മീനുകൾ ഇങ്ങനെ ഗ്രൂപ്പുകളായി വന്ന് നിന്നിട്ട് വെള്ളത്തിൻ്റെ മുകളിലൊക്കെ ഡാൻസ് കളിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ പുതിയ മീനുകൾ ഇട്ട് കഴിഞ്ഞപ്പോൾ അലസൻ ഇങ്ങനെ ആ ഒരു ചെറിയ മീനുകളുടെ അടുത്തൊക്കെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ കൂട്ടുകാരൊക്കെ ഇഷ്ടമായോ എന്ന് ചോദിച്ചു. എന്നിട്ട് അയാൾ പറയാണ് അയാൾക്ക് വലിയ മീനിനേക്കാൾ ചെറിയ മീനുകളെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു. The next day, when they were taking their breakfast, Alison told his wife that the little fish seemed a little worried. She consoled him, saying that after 4 months, when they harvest the fish, all their troubles would be over. They did not have to take the fish like the fishmongers to sell it. Customers will come and buy straight from the pond. She gave the example of a person who sold his fish like that. She thought it was God's gift to them and all their troubles would be over. Alison was silent. He felt disturbed. അപ്പോൾ പിറ്റേ ദിവസം ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് അലസൻ മറിയയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഈ ചെറിയ മീനുകൾക്ക് എന്തോ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്, അവർക്കെന്തോ ഇങ്ങനെ അവർ വെറീഡാണെന്ന് പറയാണ്. അപ്പോൾ പറഞ്ഞു 4 മാസം കഴിയുമ്പോൾ വിളവെടുക്കാൻ പറ്റും, അപ്പോൾ അവരുടെ പ്രയാസങ്ങളെല്ലാം മാറുന്ന് അവൾ അലസൻ്റെ അടുത്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ അവർക്ക് മീൻ കച്ചവടക്കാരെ പോലെ മീൻ കൊണ്ടുപോയിട്ട് വിൽക്കേണ്ടവരാവാനായിട്ടൊന്നും താല്പര്യമില്ല. മീൻ വിൽക്കുന്ന ഒരാളുടെ പേരും അവൾ പറഞ്ഞു. അപ്പോൾ ഈ പുതിയ പദ്ധതി ദൈവത്തിൻ്റെ സമ്മാനമാണെന്നും അവൾ അതിൻ്റെ കൂടെ പറഞ്ഞു. എന്നിട്ട് അപ്പോൾ അലസൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ. എന്നിട്ട് അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. Alison did not sleep that night. Mariam and children were asleep. He came out and found there was a moonlight. The pond glittered. As he walked towards the pond, he remembered that the little fish did not come to him in the mornings. He did not know
വാട്ട് വാസ് ഹാപ്പൻ ടു ദം. അപ്പോൾ അന്ന് രാത്രി അലസൻ എന്താണ് ഉറങ്ങിയില്ല. എന്നിട്ട് മറിയം കുട്ടികളും കാണിച്ച് ഉറങ്ങുമായിരുന്നു. അലസൻ പുറത്തിറങ്ങി നോക്കി. അപ്പോൾ നല്ല നിലാവുണ്ടായിരുന്നു. കുളമൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ കുളത്തിൻ്റെ അടുത്തേക്ക് അവൻ ചെന്നപ്പോൾ എന്താണ് ചെറിയ മീനുകളൊക്കെ രാവിലെ അവനെ കാണാൻ വരുന്നില്ല എന്ന് അവനിങ്ങനെ ഓർത്തു. അപ്പോൾ എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് ഇങ്ങനെ അലസന് ഒന്നും മനസ്സിലാവില്ല. എന്താ സംഭവം എന്ന് ആൾക്ക് മനസ്സിലാവുന്നില്ല. സംതിങ് മോർ ഡീപ്പ് ഇൻസൈഡ് ഹിം. എ സിംഗിൾ ഫിഷ് lifted its head and seemed to look at Allison's disappointedly. The silverly glittered on the moon on its snout seemed to turn it into tears. Allison felt sad. Suddenly the big pink fish rushed in like a missile, its mouth wide open. Allison shut his eyes tightly. When he opened his eyes, the little fish had disappeared. Allison had the strange feeling of being chained and dragged into depth of water. അപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ എന്താണ് എന്തോ ഇങ്ങനെ ഒരു അനക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ മീൻ എന്ത് ചെയ്തു, തല പൊക്കിയിട്ട് ഭയങ്കര വിഷമത്തിൽ അവനെ നോക്കണതായിട്ട് അലസന് തോന്നി. അപ്പോൾ അതിൻ്റെ മൂക്കിൽ നിന്ന് ഇങ്ങനെ മൂക്കിലേക്ക് നിലാവ് പതിച്ചപ്പോൾ ഇങ്ങനെ കണ്ണുനീർത്തുള്ളിയായിട്ട് മാറുന്ന പോലെ അലസന് തോന്നി. അപ്പോൾ അത് കണ്ടപ്പോൾ അലസന് ഭയങ്കരമായിട്ട് വിഷമമായി. അപ്പോൾ പെട്ടെന്ന് ഒരു വലിയ പിങ്ക് നിറത്തിലുള്ള മീൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കരമായി തുറന്നിട്ട് മിസൈൽ വരുന്ന പോലെ വന്നു. അങ്ങനെ അലസൻ്റെ കണ്ണുകൾ ആളെന്ത് ചെയ്ത് പെട്ടെന്ന് ഇറുക്കി അടച്ചു. അത് കഴിഞ്ഞ് കണ്ണുകൾ ഇങ്ങനെ പതുക്കെ തുറന്നപ്പോൾ എന്താണ് ആ മീൻ അപ്രത്യക്ഷമായി പോയി. അപ്പോൾ തൻ്റെ കൈയും കാലൊക്കെ ഇങ്ങനെ കെട്ടി വെള്ളത്തിലേക്ക് ഇങ്ങനെ ഡീപ്പായിട്ട് ആരോ വലിച്ചു കൊണ്ടുപോകുന്ന അങ്ങനെ ഒക്കെയാണ് നമ്മുടെ അലസന് തോന്നിയത്. The stout pink fish was patrolling the surface of the water, opening and shutting its mouth at will. The moon had given the teeth a terrified glint. അപ്പോൾ ഈ തടിയം മീന് വെള്ളത്തിൽ ഇങ്ങനെ മുകളിൽ പെട്രോൾ ചെയ്യുമായിരുന്നു എന്ന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് ഇങ്ങനെ പൊളിക്കും അടയ്ക്കും അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ നിലാവിൽ അതിൻ്റെ പല്ലുകൾ ഇങ്ങനെ ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു തിളക്കായിരുന്നു എന്നാണ് പറയുന്നത്. ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് 2 വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു സമ്മറി മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.